ആദ്യത്തെ 20 എണ്ണൽ സംഖ്യയുടെ തുകയും അടുത്ത 20 എണ്ണൽ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര? നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് 20 എണ്ണൽ സംഖ്യയുടെ തുകയും പിന്നെ വീണ്ടും അടുത്ത 20 എണ്ണൽ സംഖ്യയുടെ തുകയുമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ തന്നിരിക്കുന്ന 20 ഗുണിക്കണം 20 ചെയ്താൽ നമുക്ക് ആൻസർ 400 ഇൻറ്റു കിട്ടുന്ന ആൻസർ നമ്മൾ പൊതു വ്യത്യാസം കൊണ്ട് ഗുണിക്കണം. നമുക്കിവിടെ പൊതു വ്യത്യാസം എത്രയാണെന്ന് നോക്കണം. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എങ്ങനെ പോകുന്നതായിരിക്കും. ഇത് ഇവിടെ എണ്ണൽ സംഖ്യയുടെ പൊതു വ്യത്യാസമാണ് 1. നമ്മൾ ആൻസർ കിട്ടണമെങ്കിൽ 400 ഇൻറ്റു 1 ചെയ്താൽ 400 ആയിരിക്കും ഇത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യൻ 6, 10, 14 എന്ന സമാന്തര ശ്രേണിയിലെ ആദ്യ 20 പദങ്ങളുടെ തുകയും അടുത്ത 20 പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിന് തന്നെ എത്ര പദങ്ങളുടെ നോക്കാം. 20, 20 ആദ്യത്തെ 20 പദങ്ങളും അടുത്ത 20 പദങ്ങളും. അപ്പോൾ നമ്മൾ ഇതിനെന്ത് ചെയ്യാം? സ്ക്വയർ ചെയ്യാം. 20 ഇൻറ്റു 20 ചെയ്യാം. നമുക്ക് ആൻസർ 400. ഈ കിട്ടിയ ആൻസറിനെ പൊതു വ്യത്യാസം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 6, 4, 10 എന്നാണ് സമാന്തര ശ്രേണി. 6, 10, 14. ഇവിടെ പൊതു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 നമുക്ക് 400 ഗുണിക്കണം 4 ചെയ്ത് കഴിഞ്ഞാൽ 1600 നമ്മുടെ ആൻസർ. ഒരു കിണർ കുഴിക്കാൻ ആദ്യ മീറ്ററിന് 2000 രൂപ. തുടർന്ന് ഓരോ മീറ്ററിനും തൊട്ട് മുന്നത്തേതിനേക്കാൾ 300 രൂപ കൂടുതലാണ്. ആദ്യ 10 മീറ്റർ കുഴിക്കുന്നതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 10 മീറ്റർ കുഴിക്കുന്നതിന്? ഈ ചോദ്യത്തിന് നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോ? എങ്കിലുണ്ട്. നമുക്ക് നോക്കാം. ആദ്യത്തെ 1 മീറ്റർ കുഴിക്കുമ്പോൾ നമ്മൾക്ക് 2000 രൂപ ആവും. പിന്നെ രണ്ടാമത്തെ മീറ്റർ കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2300 രൂപ. അങ്ങനെ മൂന്നാമത്തെ മീറ്റർ കുഴിക്കുന്നെങ്കിൽ 2600 രൂപ. ഇങ്ങനെ ഓരോ മീറ്റർ കുഴിക്കുന്നവരും പൈസ ഇങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഇതൊരു സമാന്തര ശ്രേണീൻ്റെ ഫോർമാറ്റായി. ഇതിൻ്റെ പൊതുവ്യത്യാസം വരുന്നത് 300. അങ്ങനെ 300 രൂപ. ഓക്കെ, ഇനി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആദ്യത്തെ 10 സംഖ്യയുടെ തുകയും അടുത്ത 10 സംഖ്യയുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ 10 മീറ്റർ കുഴിക്കുന്നതിനേക്കാൾ എത്ര കൂടുതലാണ് അടുത്ത 10 മീറ്റർ കുഴിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന 10ൻ്റെ സ്ക്വയർ കാണുക. 10 ഇൻറ്റു 10 = 100. ഇനി നമ്മളിതിനെ പൊതുവ്യത്യാസം കൊണ്ട് ഗുണിക്കണം. നമുക്കറിയാം പൊതുവ്യത്യാസം ഇവിടെ 300 രൂപയാണ് കൂടിക്കൂടി വരുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം 300 അപ്പോൾ 100 ഗുണിക്കണം 300. നമുക്ക് ആൻസർ 30,000 എന്ന ആൻസർ ലഭിക്കും.